നടി ശ്വേതാ മേനോനെതിരായി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ തുടർ നടപടികൾക്കുള്ള സ്റ്റേ തുടരുന്നു എന്ന വിവരം കൂടിയുണ്ടല്ലോ. ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഒക്ടോബർ 28 വരെ നീട്ടിയല്ലോ. ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് അജിംഷാദ്, നേരത്തെയും ഇങ്ങനെ ഒരു കേസ് കോടതി നിർദ്ദേശപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നവരെ നമുക്കറിയാം. പക്ഷെ അത് എഫ്ഐആർ നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ശ്വേതാ മേനോൻ കോടതിയെ സമീപിക്കുകയും കോടതി ആ എഫ്ഐആറിന്റെ തുടർ നടപടികൾ മുമ്പ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് സ്റ്റേ പീരീഡ് ഇന്ന് അവസാനിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് കേസ് കോടതിയിൽ വീണ്ടും എത്തിയത്. അപ്പോൾ ആ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഒക്ടോബർ 28 വരെ നീട്ടി. അത് കേസ് ഇങ്ങനെയാണ്: അശ്ലീല ഉള്ളടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ചു എന്നുള്ളതായിരുന്നു ശ്വേതാ മേനോനെതിരായ പരാതിയും കേസും. തോപ്പുംപടി സ്വദേശിയായ ഒരു മാർട്ടിൻ എന്നയാളാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ ശ്വേതാ മേനോനെതിരെ കേസ് കൊടുത്തത്. അങ്ങനെയാണ് പോലീസ് കേസെടുത്തത്. അപ്പൊ ഈ കേസിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്. സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതടക്കം രാജ്യത്ത് നിയമപരമായ നിർമ്മിച്ച സിനിമകളിൽ മാത്രമേ താൻ അഭിനയിച്ചിട്ടുള്ളൂ. അതിലെ ഒരു തരത്തിലുള്ള നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകളോ മറ്റിടപാടുകളോ ഒന്നും നടന്നിട്ടില്ല എന്ന് ശ്വേതാ മേനോൻ ഈ ഹർജിയിൽ വ്യക്തമാക്കി. ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് അന്ന് സ്റ്റേ കൊടുത്തത്. ആ സ്റ്റേ ഇന്ന് തീർന്നു. ഇന്ന് കേസ് വീണ്ടും എടുത്ത് ഒക്ടോബർ 28 വരെ സ്റ്റേ നീട്ടി. അതാണ് സാഹചര്യം. ശരി, സലിം മുഹമ്മദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.